പേടിപ്പെടുത്തുന്ന ഒരു രാഗം, അതല്ലെങ്കിൽ സംഗീത സംവിധായകർക്ക് കമ്പോസ് ചെയ്യാൻ മടിയുള്ള ഒരു രാഗം, അതാണ് ആഹിരി. ആഹിരി പാടിയാൽ ആഹാരം കിട്ടില്ല എന്നൊരു ചൊല്ല് പണ്ട് മുതലേ സംഗീതജ്ഞരുടെ ഇടയിലുള്ള ഒരു അന്ധവിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ആഹിരി രാഗത്തിലുള്ള കീർത്തനങ്ങളൊന്നും തന്നെ കച്ചേരികളിൽ അധികം പാടാറില്ല. സിനിമാ സംഗീത ഗാനങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വിരലിൽ എണ്ണാവുന്ന ചുരുക്കം ഗാനങ്ങളാണ് ആഹിരി രാഗത്തിൽ കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആഹിരി രാഗം കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലാണ്. മണിച്ചിത്രത്താഴിലെ ഒരു മുറൈ വന്ന് പാറായോ എന്ന ഗാനം കമ്പോസ് ചെയ്തിരിക്കുന്നത് ആഹിരി രാഗത്തിലാണ്. അതുപോലെ ഈ സിനിമയിലെ തന്നെ പഴന്തമിഴ് പാട്ടിഴയും എന്ന ഗാനം കമ്പോസ് ചെയ്തിരിക്കുന്നത് ആഹിരി രാഗത്തിലാണ്. ഈ പാട്ടുകളുടെയൊക്കെ കമ്പോസിംഗ് വേളയിൽ അതിൻ്റെ സംഗീത സംവിധായകനായ ശ്രീ എം ജി രാധാകൃഷ്ണൻ സാറിനും ലിറിസിസ്റ്റായിട്ടുള്ള ബിച്ചു തിരുമല സാറിനും അതുപോലെ പശ്ചാത്തല സംഗീതം ഒരുക്കിയ ജോൺസൺ മാസ്റ്റർക്കും അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് അവർ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആഹിരി രാഗത്തിന് പ്രണയത്തിൻ്റെ മറ്റൊരു രൂപം നൽകിയ സംഗീത സംവിധായകനാണ് ശ്രീ എം ജയേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ രതിനിർവേദം എന്ന സിനിമയിലെ ചെമ്പകപ്പൂങ്കാട്ടിലെ എന്ന് തുടങ്ങുന്ന ഗാനം കമ്പോസ് ചെയ്തിരിക്കുന്ന ആഹിരി രാഗത്തിലാണ്.